ആദ്യ ഭാഗത്തേക്കാൾ ഇരട്ടി ബജറ്റ്. ലക്ഷ്യം വെച്ചത് കേരളമോ തമിഴ്നാടോ അല്ല. പുഷ്പ 2 മാർക്കറ്റിംഗ് തന്ത്രം. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ 2 എന്ന തെലുങ്ക് ചിത്രം. 7 ദിവസം കൊണ്ട് സിനിമ നേടിയത് 1000 കോടിയിലധികം. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ചിത്രം 1200 കോടിയോളം കളക്ട് ചെയ്തു കഴിഞ്ഞു. തെലുങ്ക് ഒറിജിനലിനെ വെല്ലുന്ന വിധം പണം വാരുന്നത് ഹിന്ദി മേഖലയിൽ നിന്നാണെന്നും പറയപ്പെടുന്നു. ഒരു ബോളിവുഡ് ഒറിജിനൽ സിനിമയ്ക്ക് പോലും അചിന്ത്യമായ നേട്ടമാണിത്. ഷാരൂഖ് ഖാൻ, ആമിർ ഖാൻ, സൽമാൻ ഖാൻ എന്നിങ്ങനെ ബോളിവുഡിൽ കാലാകാലങ്ങളിൽ മുൻനിരയിൽ വിരാജിച്ചിരുന്ന നായക നടന്മാർക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത നേട്ടമാണിത്. പുഷ്പം പോലെ 1000 കോടി ക്ലബിൽ. 1000 കോടി പിന്നിട്ടു എന്നതല്ല ഹൈലൈറ്റ്. ഷാരൂഖിന്റെ പഠാൻ അടക്കമുള്ള സിനിമകളിൽ അതിലും ഉയർന്ന ടോട്ടൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. എന്നാൽ പുഷ്പ ശ്രദ്ധേയമാകുന്നത് 1000 കോടി എന്ന മാന്ത്രിക സംഖ്യ 7 ദിവസം കൊണ്ട് സ്വന്തമാക്കി എന്നതും അതിൽ സിംഹഭാഗവും ഹിന്ദി മേഖലയിലെ തിയേറ്ററുകളിൽ നിന്നായിരുന്നു എന്നതുമാണ്. ഇവിടെ ഏറെ പ്രധാനപ്പെട്ടൊരു വസ്തുതയുണ്ട്. ഏത് ഫിലിം ഇൻഡസ്ട്രിയിലും ഒരു നടന്റെ വിപണന മൂല്യം നിർണ്ണയിക്കുന്നതും അയാളെ സൂപ്പർ മെഗാസ്റ്റാർ തലങ്ങളിൽ അവരോധിക്കുന്നതും ആ നായകന്റെ സിനിമയ്ക്ക് ലഭിക്കുന്ന ഇനീഷ്യൽ കളക്ഷനെ അടിസ്ഥാനമാക്കിയാണ്. സിനിമ നന്നായാലും മോശമായാലും നടന്റെ ജനപ്രീതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ് ഇനീഷ്യൽ. ഇവിടെ ഇന്ത്യയിൽ മറ്റൊരു താരത്തിനും ഇന്നേ വരെ സാധിക്കാത്ത വിധത്തിൽ കേവലം 7 ദിവസം കൊണ്ട് 1000 കോടി എന്ന സംഖ്യ മറികടന്നിരിക്കുകയാണ് അല്ലു അർജുൻ. അല്ലു എന്ന റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ. പുഷ്പ 2 ഇതിവൃത്തപരമായോ ആഖ്യാനപരമായ ഒരു അസാധാരണ സിനിമയൊന്നുമല്ല. തെലുങ്ക് സിനിമകളുടെ സ്ഥിരം ഫോർമാറ്റിലുള്ള ഒരു മാസ് മസാല ചിത്രം മാത്രം. അത്തരമൊരു പടം ഈ വിധത്തിൽ ശരവേഗതയിൽ സ്വീകരിക്കപ്പെടുകയും അത്യസാധാരണമായ കളക്ഷൻ നേടുകയും ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ചെന്നു ചേരുന്നത് നായക നടനിലേക്കാണ്. അതേസമയം പുഷ്പ ദ റൈസ് എന്ന ആദ്യ ചിത്രത്തിന്റെ പോപ്പുലാരിറ്റിയും രണ്ടാം ഭാഗത്തിലേക്ക് ആളുകളെ അടുപ്പിച്ച ഘടകമാണെന്ന് വാദിക്കാമെങ്കിലും ഇതിലെല്ലാം ജ്വലിച്ചു നിൽക്കുന്ന ഘടകം അല്ലു അർജുൻ എന്ന അസാമാന്യ ജനപ്രിയ നായകനാണ്. ആ തലത്തിൽ വിലയിരുത്തുമ്പോൾ യഥാർത്ഥ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിലേക്ക് അല്ലു അർജുൻ എത്തിച്ചേരുന്നു. തെന്നിന്ത്യക്കൊപ്പം ഉത്തരേന്ത്യയിലും തിയേറ്ററിക്കൽ റിലീസിൽ അല്ലുവിന്റെ സിനിമകൾ തകർപ്പൻ ഇനീഷ്യൽ നേടുന്നു. 433 കോടിയാണ് ഹിന്ദിയിൽ നിന്ന് മാത്രം പുഷ്പ 2 വാരിയത്. എന്നാൽ 7 ദിവസത്തിനുള്ളിൽ 1000 കോടി എന്നതും വടക്കേ ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ലഭിച്ച ഞെട്ടിക്കുന്ന ഷെയറും ഈ നടന്റെ താരമൂല്യം വീണ്ടും ഇരട്ടിപ്പിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ പ്രൊമോഷൻ. പുഷ്പയുടെ ആദ്യ ഭാഗത്തിന് കൂടുതൽ കളക്ഷൻ ലഭിച്ചത് ഹിന്ദി മേഖലകളിൽ നിന്നാണ്. അല്ലു അർജുൻ എന്ന തെലുങ്ക് വംശജനായ നടന് ഉത്തരേന്ത്യയിൽ ഇത്രയേറെ വർദ്ധിച്ച സ്വീകാര്യതയുണ്ടെന്ന് നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നത് ഈ വിജയത്തോടെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം ആ മേഖലകളിൽ കൂടുതൽ തിയേറ്ററുകളിൽ എത്തിക്കാനും വൻപിച്ച പ്രചരണ തന്ത്രങ്ങളിലൂടെ സിനിമയ്ക്ക് അസാധാരണമായ ഹൈപ്പ് നൽകാനും അവർ ശ്രദ്ധിച്ചു. സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നിർവഹിച്ചത് ബീഹാറിലാണ്. എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരുള്ള അല്ലുവിന്റെ സ്വന്തം ഹൈദരാബാദിൽ വെച്ചില്ല? എന്നാൽ നിർമ്മാതാക്കൾ അവിടെ മറ്റൊരു പദ്ധതി ലക്ഷ്യം വെക്കുകയായിരുന്നു. ബീഹാറിലും വലിയ ജനക്കൂട്ടമാണ് അല്ലുവിനെ കാണാൻ തടിച്ചുകൂടിയത്. പുഷ്പയ്ക്ക് മുൻപും പിൻപും ഒട്ടനവധി തെലുങ്ക് സിനിമകൾ മൊഴിമാറ്റം നടത്തി ഹിന്ദിയിലെത്തിക്കാൻ ശ്രമിക്കുകയും അവയിൽ ചിലതൊക്കെ മോശമല്ലാത്ത വിജയം കൈവരിച്ചെങ്കിലും അല്ലു അർജുൻ പടങ്ങൾക്ക് ലഭിച്ച വൻപിച്ച സ്വീകാര്യത ആർക്കും കൈവരിക്കാനായില്ല. ഉത്തരേന്ത്യൻ പ്രേക്ഷകർ ആഗ്രഹിക്കും വിധം ഡാൻസിലെ ഫാസ്റ്റ് നമ്പറുകളിലും മറ്റും പ്രകടിപ്പിക്കുന്ന അസാധ്യമേയ് വഴക്കവും ഫൈറ്റ് സീനുകളിലെ സ്റ്റൈലും മറ്റുമാവാം അല്ലുവിന് ഇത്രയും ജനപ്രീതി നേടിക്കൊടുത്തതെന്ന് അനുമാനിക്കപ്പെടുന്നു. ആദ്യ ഭാഗത്തിന്റെ ഇരട്ടി ബജറ്റിൽ രണ്ടാം ഭാഗം. കഥ എന്തായിരുന്നാലും സിനിമ എങ്ങനെയായിരുന്നാലും അല്ലു അർജുൻ എന്ന ബ്രാൻഡ് ഇന്ത്യ ഒട്ടാകെ നന്നായി വിൽക്കപ്പെടാൻ യോജിച്ച ഒന്നാണെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് പുഷ്പയുടെ നിർമ്മാതാക്കൾ ആദ്യ പതിപ്പിന്റെ ഇരട്ടി ബജറ്റിൽ രണ്ടാം പതിപ്പ് നിർമ്മിക്കാൻ ധൈര്യം കാണിച്ചത്. അല്ലുവിനെ മുൻനിർത്തി എല്ലാ അർത്ഥത്തിലും മികച്ച ദൃശ്യവിരുന്ന് ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആ ബിസിനസ് തന്ത്രം വിജയിക്കുകയും ചെയ്തു. 500 കോടി ബജറ്റിൽ നിർമ്മിച്ച പുഷ്പ 2 ഇന്ത്യയിൽ ഇന്നോളം നിർമ്മിക്കപ്പെട്ട സിനിമകളിൽ ഏറ്റവും ചെലവേറിയതാണെന്ന് പറയപ്പെടുന്നു. ഡിസംബർ 5 വേൾഡ് വൈഡ് റിലീസായ ചിത്രം കേവലം 9 ദിവസങ്ങൾ കൊണ്ട് 1200 കോടിയോളം വാരിക്കൂട്ടി. തെലുങ്കിലെ സൂപ്പർ ഹീറോയിൻ രശ്മിക മന്ദാനയും മലയാളത്തിന്റെ സ്വന്തമെങ്കിലും പാൻ ഇന്ത്യൻ താരമായി മാറിയ ഫഹദ് ഫാസിൽ വില്ലനായും പ്രത്യക്ഷപ്പെടുന്ന പുഷ്പ 2 ഫഹദിന്റെ പ്രകടനവും പ്രത്യേക ശ്രദ്ധ നേടുന്നുണ്ട്. പുഷ്പരാജ് മൊല്ലേടി എന്ന ടൈറ്റിൽ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അല്ലു അർജുൻ തന്നെയാണ് സിനിമയുടെ മുഖ്യ ആകർഷണം. SP ബൻവർ സിംഗ് ഷെഖാവത്ത് IPS എന്നതാണ് ഫഹദിന്റെ കഥാപാത്രം. പുഷ്പയുടെ ഭാര്യ ശ്രീവല്ലിയായി രശ്മികയും എത്തുന്നു. മന്ത്രി വീരപ്രതാപ റെഡ്ഡിയായി ജഗപതി ബാബു അടക്കമുള്ള നിരവധി തെലുങ്ക് താരങ്ങളും ചിത്രത്തിലുണ്ട്.
കേരള മാർക്കറ്റ് കൂടി മുന്നിൽ കണ്ടാണ് ഇതര ഭാഷകളിലും സ്വീകാര്യതയുള്ള ഫഹദിനെ പുഷ്പയുടെ 2 ഭാഗങ്ങളിലും കാസ്റ്റ് ചെയ്തതെന്നും നിരീക്ഷിക്കപ്പെടുന്നു. ബജറ്റിന്റെ പാതിയിലേറെ അല്ലുവിന്റെ പ്രതിഫലം. 2021 ഡിസംബറിൽ റിലീസായ പുഷ്പയുടെ ആദ്യ ഭാഗം എത്തി 3 വർഷം പൂർത്തിയാകുമ്പോഴാണ് 2ാം ഭാഗവും ജനവിധി നേടുന്നത്. എന്നാൽ ആദ്യ ഭാഗത്തിന് ലഭിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് ഇപ്പോൾ പുഷ്പ 2വിന് ലഭിക്കുന്നത്. 2ാം ഭാഗത്തിന് അല്ലു അർജുൻ 300 കോടി പ്രതിഫലം വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. സിനിമയുടെ ആകെ മുടക്കുമുതലിന് തത്തുല്യമായ തുക ബോളിവുഡിൽ നിന്നും മാത്രം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തിരിച്ചു പിടിച്ചു എന്നതാണ് പുഷ്പ 2വിന് ഇപ്പോൾ ലഭിക്കുന്ന വാർത്താ പ്രാധാന്യം. ഭോജ്പൂരി മാസ് മസാല പടങ്ങളുടെ പാറ്റേണിൽ ഒരുക്കിയ പുഷ്പ 2 പ്രധാനമായും ടാർഗറ്റ് ചെയ്തത് നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന് തന്നെയാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യൻ സിനിമാ വ്യവസായം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് ഈ ചിത്രം. ബോളിവുഡിലെ മുൻനിര നായകന്മാരുടെ സിനിമകൾ പോലും അടിതെറ്റി വീഴുന്ന ഒരു കാലത്ത് ഹിന്ദി പ്രേക്ഷകരുടെ അഭിരുചി കൃത്യമായി തിരിച്ചറിഞ്ഞ് അവർക്ക് ആഘോഷിക്കാൻ പാകത്തിൽ ഒരു സിനിമ ഒരുക്കി എന്നതാണ് പുഷ്പയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ സുകുമാറിന്റെ നേട്ടം. അല്ലു അർജുൻ എന്ന പാൻ ഇന്ത്യൻ താരത്തെ തന്റെ ദൗത്യ സാക്ഷാത്കാരത്തിൽ എങ്ങനെ കൃത്യമായി പ്ലേസ് ചെയ്യണമെന്ന സമുന്നത ധാരണയും അദ്ദേഹത്തെ നയിക്കുന്നു. എല്ലാം കൂടി ചേർന്നപ്പോൾ സിനിമ സകല പ്രതീക്ഷകളെയും കടത്തിവെട്ടുന്ന മഹാവിജയമായി. കോളേജ് അധ്യാപകനായിരുന്ന സുകുമാർ തന്റെ വഴി ഇതല്ലെന്നും ക്രിയേറ്റീവ് മേഖലകളിൽ വ്യാപരിക്കുന്നതാണ് ഉചിതമെന്ന തിരിച്ചറിവിൽ ജോലി ഉപേക്ഷിച്ച് തിരക്കഥാകൃത്തായി സിനിമയിലെത്തുകയായിരുന്നു. അല്ലുവിനെ ആദ്യകാലത്ത് ശ്രദ്ധേയനാക്കിയ ആര്യ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് സുകുമാർ സംവിധാന രംഗത്ത് അംഗം കുറിക്കുന്നത്. അന്ന് മുതൽ അല്ലു സുകുമാറിന്റെ ഭാഗ്യതാരവും സുകുമാർ അല്ലുവിന്റെ ഭാഗ്യ സംവിധായകനുമായി മാറി. ആ തരംഗം ഓരോ സിനിമകളിലും കൂടുതൽ തീവ്രമായി മുന്നേറുന്നു എന്നാണ് പുഷ്പ 2വിന്റെ തകർപ്പൻ വിജയം തെളിയിക്കുന്നത്. എന്നാൽ മറ്റൊരു വൈരുദ്ധ്യം കൂടി കാണാതിരുന്നുകൂടാ. ജന്മനാട്ടിൽ പോലും പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാതെ പോയ അല്ലു ചിത്രങ്ങൾ മെഗാ ഹിറ്റായ കേരളത്തിൽ പുഷ്പ 2വിനെ കുറിച്ച് വിരുദ്ധാഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ ഒന്നടങ്കം ചിത്രം വലിയ മുന്നേറ്റം തുടരുകയും ചെയ്യുന്നു. ഹിന്ദി സിനിമകളുടെ പാറ്റേണിൽ രൂപപ്പെടുത്തിയതുകൊണ്ടാവാം മലയാളി പ്രേക്ഷകരുടെ അഭിരുചികളെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ പോയതെന്നും വിലയിരുത്തപ്പെടുന്നു. സിനിമയുടെ അമിത ദൈർഘ്യവും മറ്റൊരു കാരണമായി പറയുന്നവരുമുണ്ട്. വരുന്നു പുഷ്പ 3. 2028 റിലീസ് ചെയ്യാൻ പാകത്തിൽ പുഷ്പയുടെ 3ാം ഭാഗമായ പുഷ്പ 3യുടെ തയ്യാറെടുപ്പുകളിലും പ്രാരംഭ പ്രവർത്തനങ്ങളിലുമാണ് സുകുമാറും അല്ലുവും അടങ്ങുന്ന ടീം. പുഷ്പ 2 ഏതെങ്കിലും ഒരു സംവിധായകന്റെയോ നായക നടന്റെയോ മാത്രം വിജയമല്ല. പല കാരണങ്ങളാൽ മാന്ദ്യം ബാധിച്ചു കിടന്ന ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് ഒന്നാകെ ഉണർവ് പകരുന്ന പുഷ്പ 2 തരത്തിലാണ് വലിയ സ്വാധീന ശക്തിയായി മാറുന്നത്. ഒന്ന്, അടിപതറി നിന്ന ഹിന്ദി മേഖലയിലെ തിയേറ്ററുകൾക്ക് പുതുചലനം നൽകി. മികച്ച എന്റർടൈനറുകൾ വന്നാൽ മൊഴിമാറ്റ ചിത്രങ്ങളാണെങ്കിൽ പോലും ഹിന്ദി മേഖലയിൽ സ്വീകരിക്കപ്പെടുമെന്ന് തെളിഞ്ഞു. അതിലുപരി തെന്നിന്ത്യൻ സിനിമകൾക്ക് ഉത്തരേന്ത്യയിൽ വിസ്മയകരമായ ഒരു മാർക്കറ്റ് ഉണ്ടെന്നും ബോധ്യമായി. മറ്റൊന്ന്, പാൻ ഇന്ത്യൻ സിനിമകൾ കൂടുതലായി നിർമ്മിക്കാനും മികച്ച രീതിയിൽ വിപണനം ചെയ്യാനും നിർമ്മാതാക്കൾക്ക് പ്രത്യേകം ഊർജം പകരുന്നു. അല്ലുവിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സമീപകാല വിവാദങ്ങൾക്ക് ശോഭ കെടുത്താനാവാത്ത വിധം തിയേറ്ററിൽ ജനകോടികളുടെ നിറഞ്ഞ കയ്യടികൾ വാങ്ങിക്കൂട്ടുകയാണ് അല്ലുവും പുഷ്പ 2വും. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുഷ്പയെ സംബന്ധിച്ച വ്യക്തമായ ചിത്രം രൂപപ്പെടും. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടോട്ടൽ കളക്ഷൻ വാരിക്കൂട്ടിയ സിനിമയായി പുഷ്പ മാറിയാലും അത്ഭുതപ്പെടാനില്ല.